ഹലോ അനിമേ ലവേഴ്സ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ദ ബിഗിനിങ് ആഫ്റ്റർ ദ എൻഡ് സീസൺ 1 9ാമത്തെ എപ്പിസോഡാണ്. സോ ഇതിനു മുമ്പുള്ള എപ്പിസോഡ് ആരെങ്കിലും കാണാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ലൈക്ക് കാർഡിൽ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ അതിലൊക്കെ ക്ലിക്ക് ചെയ്ത് പെട്ടെന്ന് പോയിട്ട് കണ്ടിട്ട് വരിക. അതുപോലെ വീഡിയോക്ക് ലൈക്ക് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാ അനിമേ ലവേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനിമോ എക്സ്പോഷർ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ആർത്തർ അവന്റെ പവർ ഉപയോഗിച്ച് ഒരു പന്തിനെ കൺട്രോൾ ചെയ്ത് അത് പൊക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അവന്റെ പവർ കൊണ്ട് ആ പന്ത് ഉയർത്തി. പക്ഷെ അവൻ വിചാരിച്ചതുപോലെ ഒരുപാട് സമയമൊന്നും അവനെ കൊണ്ട് അത് ചെയ്യാൻ കഴിയുന്നില്ല. അവന് കുറച്ച് സമയത്തേക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയുന്നുള്ളൂ. ഇങ്ങനെ ആർത്തർ അവന്റെ പവറിനെ ട്രെയിൻ ചെയ്ത് ക്ഷീണിച്ച് കിടക്കുമ്പോൾ എനിക്കെന്താ ഒരുപാട് നേരം ചെയ്യാൻ കഴിയാതെ, ചിലപ്പോ ഞാൻ മറ്റെന്തെങ്കിലും വഴി നോക്കണോ? ഇല്ല, അങ്ങനെ വേണ്ട, ഞാൻ ഈ പവർ തന്നെ പഠിച്ചെടുക്കും. എന്നാലേ ഞാൻ ഇഷ്ടപ്പെടുന്നവരെ എനിക്ക് സംരക്ഷിക്കാൻ സാധിക്കൂ. ഇതിനുവേണ്ടി മാത്രമാണ് ഞാൻ തിരിച്ചു വന്നത് എന്നിങ്ങനെ ആർത്തർ അവന്റെ മനസ്സിലിരിക്കുമ്പോൾ അവന്റെ അടുത്തേക്ക് സിൽവി വരുന്നു. അപ്പൊ ഇത്രയും ദിവസം സിൽവിയെ കുളിപ്പിക്കാത്തത് കൊണ്ട് സിൽവിയുടെ ദേഹത്ത് നിന്ന് വൃത്തികെട്ട നാറ്റം വരുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയും നല്ല വീട്ടില് ഇതുപോലെ ഒരു മണം വേണ്ടെന്ന് പറഞ്ഞ് ആർത്തർ സിൽവിയെ കുളിപ്പിച്ചു. അങ്ങനെ ആർത്തർ സിൽവിയെ വൃത്തിയാക്കി കഴിയുമ്പോൾ അവിടേക്ക് അവന്റെ അമ്മയും അനിയത്തിയും അവരുടെ കൂടെ ലിലിയയും അവളുടെ അമ്മയും വന്നു. ഇവരെല്ലാവരും ഒരുമിച്ച് വന്നത് ആർത്തറിനെ വൃത്തിയാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ അവർ ആർത്തറിന്റെ മുടിയൊക്കെ വെട്ടി ശരിയാക്കാൻ അവിടുത്തെ ടൗണിൽ തന്നെയുള്ള ഒരു കടയിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ആർത്തറിനോട് ഒന്ന് ഇരുന്ന് കൊടുത്താൽ മാത്രം മതിയെന്ന് പറഞ്ഞ് അവന്റെ മുടിയൊക്കെ വെട്ടി പുറത്തേക്ക് വരുന്ന ആർത്തറിനെ കണ്ട് അവരെല്ലാവരും അതിശയിച്ചു പോയി. കാരണം മുടി വെട്ടി കഴിഞ്ഞപ്പോ അവന്റെ ഭംഗി ഒന്നുകൂടെ കൂടി. അപ്പൊ ടബീറ്റ ആവട്ടെ, അടുത്ത പ്രാവശ്യം നീ തീർച്ചയായിട്ടും ഓപ്ഷൻ ഹൗസിലേക്ക് വരണം. അപ്പോൾ ആലീസ്, ഹെൽസ്റ്റിയ ഓപ്ഷൻ ഹൗസ് സമൂഹത്തിൽ പണവും പദവിയുള്ള പ്രമുഖരായിട്ടുള്ള ആൾക്കാർ വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് വൃത്തിയും എടുപ്പൊക്കെ ആയിട്ട് വേണം അവിടേക്ക് പോകാൻ. അതിനുവേണ്ടിയാണ് നിന്നെ ഞങ്ങൾ ഒരുക്കിയത്. അപ്പൊ ടബീറ്റ ആർത്തറിനോട് ഇന്ന് ഞങ്ങൾ നിനക്ക് സൈറസ് സിറ്റി കാണിച്ചു തരാം എന്ന് പറയുന്നു. പെട്ടെന്ന് എലനോർ അവിടെ മുഴുവൻ ചുറ്റിക്കറങ്ങാൻ വേണ്ടി ആർത്തറിന്റെ അടുത്തേക്ക് വന്നു. അത് കാണുന്ന ലിലിയ, ഇവൻ തിരിച്ചു വരുന്നതിന് തൊട്ട് മുമ്പ് വരെ എല്ലാ കാര്യത്തിനും നീ എന്റെ കൂടെ നടന്നിട്ട് ഇപ്പൊ അവനെ കിട്ടിയപ്പോ നീ അവന്റെ കൂടെ പോകുന്നു. അത് കേട്ട് ആർത്തർ തിരിച്ചു വന്ന സഹോദരനെ കുറിച്ച് അറിയാൻ അവൾക്കും ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലേ എലനോർ? അതിന് എലനോർ അതേ എന്ന് പറയുന്നു. അങ്ങനെ അവര് 3 പേരും സൈറസ് സിറ്റി മുഴുവൻ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. അപ്പോൾ ആർത്തർ അവിടെയുള്ള ഒരു പ്രതിമയിലേക്ക് ഒരു തുണി ചുറ്റി എറിഞ്ഞു. എന്നിട്ട് അവൻ അവിടുന്ന് പോവാൻ നിൽക്കുന്നതിന് മുമ്പ് ആ തുണി കുറച്ച് പയ്യന്മാരെടുത്ത് അവന്റെ തലയിലേക്ക് വലിച്ചെറിഞ്ഞു. അത് കണ്ട് അവരാരാണെന്ന് ആർത്തർ ലിലിയോട് ചോദിക്കുമ്പോൾ ലിലിയെ പറയും അവര് സൈറസ് അക്കാഡമിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. അതിന് ആർത്തർ അവരെ കണ്ടിട്ട് പ്രശ്നക്കാരായിട്ട് തോന്നുന്നുണ്ട്. അത് ശരിയാണ്, അവർ പ്രശ്നക്കാർ തന്നെയാണ്. അവരിട്ടിരിക്കുന്ന യൂണിഫോം കാരണം ഇവിടെയുള്ള എല്ലാവരും അവരെ ബഹുമാനിക്കുന്നുണ്ട് എന്നിങ്ങനെ ലിലിയെ ആർത്തറിന് പറഞ്ഞു കൊടുത്ത് രണ്ടുപേരും മുന്നിലേക്ക് നടന്നു വരുമ്പോൾ അവിടെയുള്ള ഒരു കടയുടെ അകത്ത് നിന്ന് ശക്തിയുള്ള ഒരു ഓറ പുറത്തേക്ക് വരുന്നത് മനസ്സിലാക്കുന്ന ആർത്തർ അവിടേക്ക് പോയി നോക്കി. ആ കടയുടെ അകത്ത് പല നിറത്തിലുള്ള ബോളുകളുണ്ട്. ആ ബോളുകൾ എന്താണെന്ന് ടബീറ്റ ആർത്തറിന് പറഞ്ഞു കൊടുക്കും. ഇതാണ് ബീസ്റ്റ് കോർ. എന്ത് ബീസ്റ്റ് കോറോ? അതെ, ഈ ബീസ്റ്റ് കോർ മാജിക് ബീസ്റ്റുകളുടെ അകത്ത് നിന്ന് എടുക്കുന്നതാണ്. ഇത് ഉപയോഗിച്ച് ആൾക്കാർക്ക് അവരുടെ ശക്തി വർദ്ധിപ്പിക്കാൻ കഴിയും. അപ്പോ നമുക്ക് ബീസ്റ്റ് കോർ വാങ്ങാനും വിൽക്കാനും കഴിയോ? ഓ, നിനക്കതിനെ പറ്റി അറിയില്ലേ എന്നിങ്ങനെ അവർ ചോദിക്കുമ്പോൾ ആർത്തർ അവന്റെ മനസ്സിൽ എൽഫുകളുടെ അടുത്ത് ഈ ഒരു ബീസ്റ്റ് കോർ ഇല്ലാത്ത കാര്യം ആലോചിക്കുന്നു. ഇവൻ ഇതിനെക്കുറിച്ച് അറിയാത്തതിന്റെ കാരണം ഇതൊക്കെ അറിയുന്നതിന് മുമ്പ് തന്നെ അവൻ ഇവിടുന്ന് പോയല്ലോ. അതുകൊണ്ടാണ് ആർത്തറിന് ഈ കാര്യം അറിയാത്തത്. ഇപ്പൊ അവർ വീണ്ടും ആർത്തറിനോട് എല്ലാ ബീസ്റ്റ് കോറുകളുടെ വിലയ്ക്കും വ്യത്യാസമുണ്ട്. ഇനി അതിലെങ്ങാനും ബീസ്റ്റ് വില്ല് ഉണ്ടെങ്കിൽ അതിന്റെ വില ഏകദേശം 100 ഗോൾഡ് കോയിൻ ആയിരിക്കും. അത് കേട്ട് ആലീസ് പറയും, ആർത്തർ, നമ്മുടെ കയ്യിൽ 100 ഗോൾഡ് കോയിൻ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ 250 വർഷം ജീവിക്കാനുള്ള പണത്തിന് തുല്യമാണ്. എന്ത് 250 വർഷോ എന്ന് പറഞ്ഞ് ആർത്തർ ആ 100 ഗോൾഡ് കോയിന്റെ മൂല്യം കേട്ട് ഷോക്കായി. അപ്പൊ ടബീറ്റ, അടുത്ത പ്രാവശ്യം ഓപ്ഷൻ ഹൗസിൽ ഞങ്ങളൊരു ബീസ്റ്റ് കോർ വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ വേണമെങ്കിൽ നിനക്ക് അതിലൊന്ന് തൊടാം. ആ ശരി എന്ന് പറഞ്ഞ് ആർത്തർ വല്ലാണ്ട് ചിരിക്കുന്നു. കാരണം അവന്റെ ഉള്ളിൽ നേരത്തെ തന്നെ ഒരു ബീസ്റ്റ് വില്ല് ഉണ്ട്, അതും ആർക്കും അളക്കാൻ പറ്റാത്ത ഒരു ബീസ്റ്റ് വില്ല്. അതുകൊണ്ട് ബാക്കിയുള്ള ബീസ്റ്റ് വില്ല് അവൻ എന്തിനു വേണം? ഇപ്പൊ ഇതൊക്കെ ആർത്തർ അവന്റെ മനസ്സിലിരിക്കുമ്പോ ലിലിയ അവളുടെ അമ്മയോട്, അമ്മേ, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ബീസ്റ്റ് കോർ വാങ്ങിത്തരൂ. നിനക്കത് വാങ്ങിത്തരില്ല, കാരണം നിനക്ക് അവേക്കം ചെയ്യാൻ ബീസ്റ്റ് വില്ല് ഒരു മാർഗമല്ല. അതുകൂടാതെ ഇത്രയും ചെലവുള്ള ഒന്ന് നിനക്ക് വാങ്ങിത്തരാൻ കഴിയില്ല. പക്ഷെ അമ്മേ, ആയുധങ്ങൾ വിൽക്കുന്ന സ്റ്റോറിൽ വില കുറവുള്ളതുണ്ട്, അതുകൊണ്ട് ഞാനത് ഉപയോഗിച്ചോട്ടെ. ഇല്ല ലിലിയ, നിനക്കത് വാങ്ങിത്തരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവരോടൊന്ന് തിരിഞ്ഞു നടന്നു പോകുന്നു. ഇപ്പൊ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആർത്തർ ലിലിയെ നോക്കുമ്പോൾ അവൾക്ക് ബീസ്റ്റ് കോർ വാങ്ങിക്കൊടുക്കാത്തതിന്റെ സങ്കടത്തിലാണ്. ഇവൾ എന്തിനായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ചിലപ്പോൾ അവളുടെ അച്ഛന് അവളിലുള്ള പ്രതീക്ഷ അവൾക്ക് സാധിച്ചു കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്നിങ്ങനെ മനസ്സിലിരിക്കുന്ന ആർത്തർ ലിലിയോട് എന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ലിലിയ അവിടെ നിന്ന് എവിടേക്കോ എഴുന്നേറ്റ് പോകുന്നു. അത് കണ്ട് ആർത്തർ അവളുടെ പുറകെ പോകുന്നുണ്ട്. ലിലിയെ പോകുന്നത് ആയുധങ്ങൾ വിൽക്കുന്ന ഒരു കടയിലേക്കാണ്. അവിടെ എത്തി അവള് ഒരു ബീസ്റ്റ് കോർ വാങ്ങാൻ നിൽക്കുന്നു. അപ്പൊ അവിടേക്ക് വരുന്ന ആർത്തർ, വേണ്ട, നീ അത് വാങ്ങല്ലേ. ആർത്തർ, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? അതിന് ആർത്തർ അവളോട്, നീ ഒരു ബീസ്റ്റ് കോർ ഉപയോഗിച്ചാലും നിനക്ക് നിന്റെ മാജിക് ഉപയോഗിക്കാൻ കഴിയണമെന്നില്ല. നിന്റെ അമ്മ നിനക്കത് പറഞ്ഞു തന്നതല്ലേ, പിന്നെ എന്തിനാ നീ ഇങ്ങനെ ചെയ്യുന്നേ? അതിന് ലിലിയ, നമ്മളത് ഉപയോഗിച്ചാലേ നമുക്കത് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ബീസ്റ്റ് കോർ എടുക്കാൻ പോകുന്നു. പെട്ടെന്ന് ആർത്തർ അവളുടെ കയ്യിൽ കയറി പിടിച്ച് അവളെ തടഞ്ഞു. നീ അത് ഉപയോഗിച്ചിട്ടും ഒരു പക്ഷേ അവേക്കൻ ചെയ്തിട്ടില്ലെങ്കിലോ? ആർത്തർ, ഞാൻ ഇതുവരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കി, ഒരുപാട് കഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇനിയൊരു പ്രാവശ്യം കൂടെ തോറ്റുപോയാലും എനിക്കൊരു കുഴപ്പമില്ല. ലിലിയ, ഞാൻ അതല്ല പറഞ്ഞു വരുന്നത്. നീ വളരെ സ്പെഷ്യലാണ്. അതുകൊണ്ട് നിനക്ക് എന്റെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അച്ഛനും അമ്മയും എന്നെ ഇതുവരെ ബീസ്റ്റ് കോർ തൊടാൻ സമ്മതിച്ചിട്ടില്ല. ഞാൻ ഒരുപാട് പ്രാവശ്യം
പ്രാവശ്യം അവരോട് ചോദിച്ചു, പക്ഷേ അവര് സമ്മതിച്ചില്ല. എന്നിട്ട് ടെസിയ പറയുന്നത് കേൾക്കുന്ന ആർത്തർ, അത് ശരി, അപ്പൊ ഇവൾക്ക് ഇങ്ങനെ തോന്നാൻ കാരണം ഞാനാണ് എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ട്, ലിലിയ നീ ആദ്യം പറയുന്നത് കേൾക്ക്, നമുക്ക് വീട്ടിൽ പോയിട്ട് സംസാരിക്കാം. ഹേ വേണ്ട, എന്നെ വിട് എന്ന് പറഞ്ഞ് ലിലിയ അവനെ തട്ടി മാറ്റുമ്പോ അവള് പെട്ടെന്ന് പുറകിലുണ്ടായിരുന്ന ഒരു പയ്യന്റെ ദേഹത്ത് നിന്ന് ഇടിച്ചു. അപ്പൊ ലിലിയ അവനോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവനാവട്ടെ, എന്നെ ഇടിച്ചതിന് ശേഷം ഒരു മാപ്പ് പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളോ? നിനക്ക് ഞങ്ങൾ ആരാന്നറിയോ? നീ ആരോടാ കളിക്കുന്നത് നിനക്കറിയോ? ഇപ്പൊ അവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ കേട്ട് ആ കടയുടെ ഓണർ അവിടേക്ക് വന്നു. പക്ഷെ അയാൾ ആ പയ്യന്മാരുടെ യൂണിഫോം കണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ആയിക്കോ എന്ന് പറഞ്ഞ് പേടിച്ച് മാറി വന്നു. അപ്പോ ആ പയ്യന്മാരിലെ ഒരുത്തൻ അവന്റെ എലമെന്റ് ഫയർ ഉപയോഗിക്കുന്നു. അത് കണ്ട് പേടിച്ച് ലിലിയ ആർത്തറിന്റെ പുറകിൽ മറഞ്ഞു നിന്നു. അത് കാണുന്ന അവര്, നീ ഞങ്ങളുടെ അടുത്ത് നിന്ന് പേടിച്ചോടാന്ന് വിചാരിക്കണ്ട, അതിന് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് ആർത്തർ വേറെ വഴിയില്ലാതെ അവന്റെ പവർ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ആ കടയുടെ വാതിൽ തുറന്ന് ടബീറ്റയും ആലീസും അവിടേക്ക് വന്നു. നിങ്ങളും മര്യാദയ്ക്ക് അവരുടെ അടുത്ത് നിന്ന് മാറി എന്ന് പുറകിലേക്ക് പോകുന്നതാണ് നല്ലത് എന്ന് ടബീറ്റ പറയുന്നത് കേട്ട് ആ പയ്യന്മാര്, നിങ്ങൾ ആരാന്നാ നിങ്ങളുടെ വിചാരം? നിങ്ങൾക്ക് ഞങ്ങൾ ആരാന്നറിയോ? ഇവർ അക്കാഡമിയിൽ പഠിക്കുന്ന കുട്ടികളാണ്, അവരെ നിങ്ങൾ തടയേണ്ട, അത് വലിയ പ്രശ്നമാവും എന്നാ കടയിലെ ഓണറും പറയുന്നു. അപ്പോ അങ്ങനെയാണെങ്കിൽ ഹെൽസ്റ്റിയുടെ മകളെ തൊട്ടാൽ എന്താ സംഭവിക്കാൻ പോവാന്ന് നിങ്ങൾക്കറിയോ? എന്നിട്ട് ടബീറ്റ അവരോട് തിരിച്ചു പറയുമ്പോ അത് കേട്ട പയ്യന്മാര് ഞെട്ടി. ഹെൽസ്റ്റിയോ? അതെ, ആ ഓപ്ഷൻ ഹൗസിന്റെ ഓണർ. ഇവരുടെ ഫാമിലി അക്കാഡമിയിലെ ഒരു ഡോണറാണ്, അതുകൊണ്ട് ഇവരുമായിട്ട് നമ്മൾ പ്രശ്നം ഉണ്ടാക്കിയെന്ന് ഡയറക്ടർ എങ്ങാനും അറിഞ്ഞാൽ അത് നമുക്കൊരു തലവേദനയാവും എന്ന് പറഞ്ഞ് അവരൊന്നും ചെയ്യാൻ പറ്റാതെ അവിടുന്ന് പോകുന്നതിന് മുമ്പ്, ഡി കഴിവില്ലാത്ത പെണ്ണെ, എനിക്ക് ഉറപ്പാണ് നിങ്ങളുടെ കയ്യിലുള്ള ആ പണം കൊണ്ട് നീ അക്കാഡമിയിൽ ഒരു സീറ്റ് വാങ്ങും അല്ലേ എന്ന് പറഞ്ഞ് അവരവിടുന്ന് പോകുന്നു. ഇതിനുശേഷം ഇവർ വീട്ടിലേക്ക് തിരിച്ചു വന്ന് സംഭവിച്ച എല്ലാ കാര്യവും വിൻസെന്റിനോട് പറഞ്ഞു കൊടുത്തു. എന്താ പറഞ്ഞേ? അക്കാഡമിയിലെ സ്റ്റുഡൻസ് നിങ്ങളുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വന്നോ? ഹേ അങ്ങനെയല്ല, അവർ ഫൈറ്റ് ചെയ്യാൻ വന്നപ്പോ ഞങ്ങൾ അവരെ തടഞ്ഞു എന്ന് വിൻസെന്റിനോട് ടബീറ്റ. അപ്പൊ അവരോട് ആലീസ്, എന്റെ പേടി ആ പിള്ളേരെ ആലോചിച്ചിട്ടായിരുന്നു. അപ്പൊ ലിലിയ നേരത്തെ സംഭവിച്ചതിന് അവളുടെ ഭാഗത്താണ് തെറ്റെന്നുള്ള രീതിയിൽ അവൾ വിൻസെന്റിനോട് മാപ്പ് പറഞ്ഞു. അത് കേട്ട് വിൻസെന്റ് ആവട്ടെ, ലിലിയ അതിന് കുഴപ്പമൊന്നുമില്ല, ഇതൊന്നും ആലോചിച്ച് നീ പേടിക്കണ്ട. പിന്നെ ആർത്തർ നീയും പേടിക്കണ്ട, ഇങ്ങനെയെല്ലാം സംഭവിച്ചു എന്ന് വിചാരിച്ച് അക്കാഡമിയിലേക്ക് നിന്നെ ചേർക്കാതിരിക്കൊന്നുമില്ല. കാരണം അക്കാഡമിയിലേക്ക് ഞാൻ ഒരുപാട് ഡൊണേഷൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതുപോലുള്ള സംഭവങ്ങളൊന്നും നിന്നെ ബാധിക്കാൻ പോകുന്നില്ല എന്ന് വിൻസെന്റ് ആർത്തറിനോട് പറയുന്നത് കേൾക്കുന്ന ലിലിയ, അച്ഛാ അപ്പോ എനിക്ക് പകരം നിങ്ങൾ ആർത്തറിനെയാണല്ലേ അക്കാഡമിയിലേക്ക് ചേർക്കാൻ പോകുന്നേ? ഹേ അങ്ങനെയൊന്നുമല്ല എന്ന് വിൻസെന്റ് അവളോട് പറയാൻ തുടങ്ങുമ്പോ അവള് പെട്ടെന്ന്, കാരണം എനിക്ക് മാജിക് ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് പകരം ആർത്തറിനെ അക്കാഡമിയിലേക്ക് ചേർക്കുകയല്ലേ? അച്ഛാ എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല ആർത്തർ, എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ലിലിയെ സങ്കടത്തോടെ കരയുന്നു. ഇതിനുശേഷം രാത്രി ആർത്തർ ലിലിയെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവളുടെ റൂമിൽ ചെന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ ലിലിയ അവളുടെ റൂമിലില്ല. പകരം അവൾക്ക് സങ്കടം വരുമ്പോൾ എവിടേക്കാണോ പോയിരിക്കാറ് അവിടെയാണ് അവൾ ഉള്ളത്. ഇപ്പൊ അവിടെ ഇരിക്കുന്ന ലിലിയ പഴയ കാര്യങ്ങൾ ആലോചിക്കുന്നു. ചെറുപ്പത്തിലെ വിൻസെന്റ് അവളോട് ഒരു മേജ് ആവാൻ വേണ്ടി അവളെ സൈറസ് അക്കാഡമിയിലേക്ക് കൊണ്ടുപോയി ചേർക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ചെറുപ്പം മുതൽ അവൾക്ക് സൈറസ് അക്കാഡമിയിലേക്ക് ചേരാൻ വേണ്ടി ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ പ്രായമാവും തോറും അവൾ അവേക്കനായില്ല, അവളുടെ മാന്ത്രിക ശക്തി പുറത്തേക്ക് വന്നില്ല. ഈ കാര്യങ്ങൾക്കൊക്കെ പുറമെ ഇന്ന് നടന്ന സംഭവവും ആർത്തറിനെ അവൾക്ക് പകരം സൈറസ് അക്കാഡമിയിലേക്ക് കൊണ്ടുപോയി ചേർക്കുന്ന കാര്യവും ഇതൊക്കെ അവളുടെ മനസ്സിൽ കിടന്ന് ആകെ കുഴഞ്ഞു മറിഞ്ഞ് അവൾ വീർപ്പ് മുട്ടുന്നു. അപ്പോഴാണ് അവിടേക്ക് ആർത്തർ വന്ന് അവളെ വിളിക്കുന്നത്. ലിലിയ നീ ഇവിടെ ഉണ്ടായിരുന്നോ? നിന്റെ അച്ഛനും അമ്മയും നിന്നെ എത്ര അന്വേഷിച്ചു എന്നറിയോ? അത് കേട്ട് ലിലിയ അവനോടൊന്നും പറയുന്നില്ല. ഉടനെ അവൾ ആർത്തറിനോട് മാപ്പ് പറഞ്ഞു. ആർത്തർ നീ എന്നോട് ക്ഷമിക്ക്, നിന്നെ കാണുമ്പോ ശരിക്കും എനിക്ക് കുശുമ്പാണ്. നീ പെട്ടെന്ന് കയറി വന്ന് നിന്റെ പവർ മുഴുവൻ കാണിച്ചു, അങ്ങനെ അച്ഛന് നിന്നെ ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ഇവിടെ എന്റെ ഭാഗത്താണ് തെറ്റ്, കാരണം എനിക്ക് ഇതുവരെ മാജിക് അവേക്കൻ ചെയ്യാൻ പറ്റിയില്ലല്ലോ. എനിക്ക് ഉറപ്പുണ്ട് ഞാൻ എന്റെ പാരന്റ്സിനെ അപമാനമാണ് എന്നിങ്ങനെ ലിലിയ ആർത്തറിനോട് വിഷമത്തോടെ പറയുമ്പോ പെട്ടെന്ന് ആർത്തർ അവന്റെ രണ്ട് കൈ കൊണ്ടും അവളുടെ മുഖത്ത് പിടിച്ചു. നീ ഇപ്പൊ പറഞ്ഞ കാര്യം ഒരിക്കലും സത്യമല്ല, എനിക്കറിയാം നീ അവേക്കൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, നിന്നെ കൊണ്ട് കഴിയുന്നത് പോലെ നീ എല്ലാം ചെയ്യുന്നുണ്ട്. പണ്ട് ഞാൻ എന്റെ പാരന്റ്സിന്റെ അടുത്ത് നിന്ന് അകന്നു നിന്നപ്പോ എന്നെ സമാധാനപ്പെടുത്താൻ അവിടെ ഇതുപോലെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആർത്തർ പണ്ട് ടെസി അവന് കാണിച്ചു കൊടുത്ത മാജിക് ഇപ്പൊ ലിലിക്ക് കാണിച്ചു കൊടുക്കുന്നു. ഇത് അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്, അവളാണ് എനിക്കിത് കാണിച്ചു തന്നെ. നിന്റെ പാരന്റ്സിനെ നീ നല്ലതുപോലെ കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം അറിയാം. അതുപോലെ നിന്റെ അച്ഛൻ എന്നെ നോക്കി കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എലനോറിനെ പോലെയാണ്. ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് അത്ഭുതമാണ്, കാരണം ഞാൻ പെട്ടെന്ന് കയറി വന്നതല്ലേ, ഞാൻ എന്ത് ചെയ്യുന്നു അദ്ദേഹത്തിന് അറിയില്ലല്ലോ, അതുകൊണ്ടുള്ള ആകാംക്ഷയാണ് അദ്ദേഹത്തിന് എന്നോട് എന്നിങ്ങനെ ആർത്തർ ലിലിയോട് പറയുമ്പോ ലിലിയെ പെട്ടെന്ന് ചിരിച്ചു. അച്ഛന് ഞാനൊരു മേജ് ആവണമെന്നാണ് ആഗ്രഹം, കാരണം ഞാൻ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി, എന്റെ ഭാവിക്ക് വേണ്ടി. അതുകൊണ്ടാണ് അദ്ദേഹം അക്കാഡമിയിലേക്ക് ഡൊണേഷൻ കൊടുക്കുന്നത്. പക്ഷേ ഞാനിതൊന്നും ആലോചിക്കാതെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി, ഒക്കെ എന്റെ മണ്ടത്തരമാണ് എന്നിങ്ങനെ ലിലിയ ആർത്തറിനോട് പറയുമ്പോ അവൻ അവളോട്, ലിലിയ നിനക്ക് ശരിക്കും മാജിക് ഉപയോഗിക്കണോ? അതിന് ലിലിയ അതേന്ന് പറയുന്നു. ഇവിടെ കട്ട് ചെയ്താൽ അടുത്ത സീനില് ആർത്തർ വിൻസെന്റിനോട് ലിലിയ എവിടെ നിന്ന് പോയി എന്ന് പറഞ്ഞു. അത് കേട്ട് വിൻസെന്റ് ആകെ പേടിച്ചു. എന്താ നീ പറഞ്ഞേ? ലിലിയ എവിടെ നിന്ന് പോയെന്നോ? ആർത്തർ എന്തൊക്കെയാ നീ പറയുന്നേ? അതിന് ആർത്തർ വിൻസെന്റിനോട്, അവൾ പോയത് അവളുടെ മാജിക് അവേക്കൻ ചെയ്യാൻ വേണ്ടിയാണ്, ഞാൻ എവിടുന്നായിരുന്നു ട്രെയിൻ ചെയ്തത് അവിടേക്ക് ഞാൻ അവളെയും പറഞ്ഞയച്ചു. അപ്പൊ ഇത് കേട്ട് അവിടെ നിൽക്കുന്ന ആലീസ്, ആർത്തർ ട്രെയിനിങ്ങോ? അതിന് നീ എവിടെയായിരുന്നു? അതാലോചിച്ച് നിങ്ങൾ പേടിക്കണ്ട, ആ സ്ഥലത്തുള്ള ആൾക്കാര് വളരെ നല്ലവരാണ്, അതിന് ഞാൻ വാക്ക് തരാം. അത് കേട്ട് പെട്ടെന്ന് വിൻസെന്റ്, ഇവിടുത്തെ പ്രശ്നം അതല്ല, ഞങ്ങളുടെ അനുവാദം ഇല്ലാതെ നീ എന്ത് ധൈര്യത്തിൽ അവളെ പറഞ്ഞയച്ചേ? അതിന് ആർത്തർ ആവട്ടെ, അത് ലിലിയ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേ, അവൾ എന്നോട് പറഞ്ഞത് നിങ്ങളോട് നേരിട്ട് അവർക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നാണ് എന്ന് പറയുന്ന ആർത്തർ ലിലിയുടെ കത്ത് അവർക്ക് കൊടുത്തു. ആ കത്തിൽ എഴുതിയിരിക്കുന്നത്, അച്ഛാ
അമ്മേ, ഞാൻ എന്റെ മാജിക് അവേക്കൻ ചെയ്യാത്തിടത്തോളം കാലം ഞാൻ നിങ്ങൾക്ക് ഒരു ഉപകാരമില്ലാത്തവളായിരിക്കും. അതുകൊണ്ട് ഇനി എത്ര വർഷം എടുത്താലും കുഴപ്പമില്ല, ഞാനൊരു നല്ല മേജായിട്ട് മാത്രമേ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരൂ. ഇപ്പൊ ഈ കത്ത് വായിക്കുന്ന വിൻസെന്റ് ആവട്ടെ സങ്കടത്തോടെ മുട്ടുകുത്തി, ഞാൻ എന്തൊരു മണ്ടനാ, ഒരു മേജായാൽ അവൾക്ക് സന്തോഷമുണ്ടാകുമെന്ന് പറഞ്ഞ് എന്റെ ഈ പൊട്ട ബുദ്ധി കാരണം ഞാൻ അവളെ ഒരുപാട് സങ്കടപ്പെടുത്തി. അവൾക്കൊരു നല്ല മേജാവാൻ കഴിഞ്ഞില്ലെങ്കിലും അവൾക്ക് മാജിക് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അവൾ എപ്പോഴും എന്റെ പ്രിയപ്പെട്ട മകള് തന്നെയാണ് എന്ന് പറഞ്ഞ് വിൻസെന്റ് കരയുന്നു. അപ്പോ ആർത്തർ പെട്ടെന്ന് ഇതൊക്കെ കേട്ട് അവിടെ ഒളിച്ചിരുന്ന ലിലിയോട് പുറത്തേക്ക് വരാൻ പറഞ്ഞു. ലിലിയ, കാര്യങ്ങൾ എങ്ങനെയാ? ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആയില്ലേ എന്ന് ആർത്തർ പറയുമ്പോ പുറത്തേക്ക് ഇറങ്ങി വന്ന ലിലിയ, അച്ഛാ, അമ്മേ, കള്ളത്തരം കാണിച്ചതിന് എന്നോട് ക്ഷമിക്ക്. ഉടനെ ആർത്തർ അവളുടെ മുമ്പിൽ കയറി നിന്ന്, ഹേ ഇല്ല, മാപ്പ് പറയേണ്ടത് ഞാനാണ്, ഇതെല്ലാം അവളോട് ചെയ്യാൻ പറഞ്ഞത് ഞാനാണ്. ഒരു കുട്ടിയെ പാരന്റ്സിന് നഷ്ടപ്പെടുമ്പോ അത് അവര് മരിക്കുന്നതിനേക്കാൾ ഒരുപാട് വേദനയായിരിക്കും. ഒരു പ്രാവശ്യം ഞാൻ കാരണം എന്റെ പാരന്റ്സ് അത് അനുഭവിച്ചു. അതേ അനുഭവം ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഒരു പരീക്ഷണം എന്നതുപോലെ ഉപയോഗിച്ചത് ശരിയായില്ല. ഹേ ആർത്തർ, അതിന് കുഴപ്പമില്ല, ഇതിനൊക്കെ കാരണം ഞാനാണ് എന്ന് പറഞ്ഞ് വിൻസെന്റ് റെയ്നോൾഡിനോടും ആലീസിനോടും, ഒരുപാട് കാലത്തിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു വന്ന നിങ്ങളുടെ മകനെ ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് അക്കാഡമിയിലേക്ക് പറഞ്ഞയക്കാൻ ശ്രമിച്ചു. അതൊക്കെ എന്റെ മണ്ടത്തരം കാരണമാണ്. അതുകൊണ്ട് റെയ്നോൾഡ്, ആലീസ്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അതുപോലെ ലിലിയ, നീ ഇനിയും കഷ്ടപ്പെട്ട് അക്കാഡമിയിലേക്ക് പോണ്ട. നീ ഒരു മേജായിട്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്ന് വിൻസെന്റ് പറയുമ്പോ അവരോട് ലിലിയ, പക്ഷേ എനിക്ക് അക്കാഡമിയിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട്. അതിന് എത്ര സമയം എടുത്തിട്ടാണെങ്കിലും ഞാൻ കഷ്ടപ്പെട്ട് മാജിക് പഠിച്ചെടുക്കും. അങ്ങനെ ഒരു ദിവസം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ, ഞാൻ ആഗ്രഹിച്ചതുപോലെ ഞാനൊരു മേജായിട്ട് മാറും, ആർത്തറിനെ പോലെ ഒരു വലിയ മേജ്. അത് കേട്ട് വിൻസെന്റും ടബീറ്റയും സന്തോഷത്തോടെ അവൾ വന്ന് കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ ആർത്തർ അവരോട്, എന്നാ ശരി, ലിലിയുടെ ഉള്ളിലുള്ള മാജിക് ഞാൻ അവേക്കൻ ചെയ്യാം. അങ്ങനെ ആർത്തർ ലിലിയുടെ അകത്തുള്ള മാജിക് അവേക്കൻ ചെയ്യാൻ വേണ്ടി അവളെയും എലനോറിനെയും ഒരുമിച്ചിരുത്തി. ചേട്ടാ, ഇത് കഴിയുമ്പോ എനിക്ക് നിങ്ങളെപ്പോലെ സ്ട്രോങ് ആവാൻ പറ്റുമോ? ആ, നിനക്ക് സ്ട്രോങ് ആവാൻ പറ്റും എന്ന് ആർത്തർ. ഇപ്പൊ ആർത്തർ ചെയ്യാൻ പോകുന്ന കാര്യം അവിടെ ഇരുന്ന് കാണുന്ന ടബീറ്റ, എനിക്ക് ഉറപ്പുണ്ട് ആർത്തറിന് ഇത് ചെയ്യാൻ കഴിയും. പക്ഷെ എന്നിരുന്നാൽ പോലും ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഇപ്പൊ ആർത്തർ ലിലിയോടും എലനോറിനോടും ശ്വാസം നല്ലതുപോലെ എടുത്തു വിടാൻ പറയുന്നു. കാരണം അവർ ശ്വാസം എടുത്തു വിടുമ്പോൾ അവർക്കിത് പെട്ടെന്ന് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ആർത്തർ പറഞ്ഞ അനുസരിച്ച് അവർ രണ്ടുപേരും കണ്ണടച്ച് പതിയെ ശ്വാസം എടുത്തു വിടുന്നു. അങ്ങനെ കുറച്ചു കഴിയുമ്പോൾ കണ്ണടച്ചിരിക്കുന്ന എലനോറിന് അവളുടെ അകത്ത് ഒരു ലൈറ്റ് കാണാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നു. ശ്വാസം നല്ലതുപോലെ എടുത്തു വിടുമ്പോൾ ഇങ്ങനെ സംഭവിക്കുമെന്ന് ആർത്തർ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എലനോർ അവളുടെ അകത്തുള്ള ലൈറ്റ് കണ്ടു. പക്ഷെ ലിലിയയ്ക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആർത്തർ അവളോട് കൂടുതൽ ശ്വാസം എടുത്തു വിടാൻ പറയുന്നു. എന്നിട്ട് അവൻ അവരുടെ രണ്ടുപേരുടെയും പുറത്ത് കൈവച്ചു. നിങ്ങളുടെ രണ്ടുപേരുടെയും പുറത്ത് ഒരു ചെറിയ ചൂട് അനുഭവപ്പെടും. അത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും നിങ്ങൾ ശ്വാസം എടുക്കുന്നത് നിർത്താൻ പാടില്ല. ഞാൻ എന്താണോ നിങ്ങളോട് പറഞ്ഞു തന്നത് അതുപോലെ ശ്വാസം എടുക്കണം. അങ്ങനെ ആർത്തർ പറഞ്ഞതുപോലെ അവർ രണ്ടുപേരും ചെയ്യുന്നു. അങ്ങനെ അവസാനം ആർത്തർ പറഞ്ഞതുപോലെ ലിലിയ അവളുടെ അകത്തുള്ള ലൈറ്റ് കണ്ടു. ആർത്തർ, എനിക്കത് കാണാൻ പറ്റുന്നുണ്ട്, നീ എനിക്ക് നേരത്തെ കാണിച്ചു തന്നതുപോലെ എന്ന് ലിലിയ. ഇപ്പൊ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന വിൻസെന്റും ടബീറ്റയും അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. അവിടെ കട്ട് ചെയ്താൽ അടുത്ത സീനില് എല്ലാവരും ഒരുമിച്ചിരുന്ന് സന്തോഷിക്കുന്നു. കാരണം ലിലിയ അവളുടെ മാജിക് അവേക്കൻ ചെയ്തു. ഇതറിയുന്ന എല്ലാവർക്കും സന്തോഷമായി. അവിടെ ഇരിക്കുന്ന ലിലിയോട് ആർത്തർ, നിന്റെ പവർ ഒന്ന് ശരിയായിട്ട് വരാൻ 2-3 വർഷം എടുക്കും. എനിക്കറിയാം അത് ഒരുപാട് കഷ്ടമാണെന്ന്. പക്ഷേ നീ എല്ലാ ദിവസവും ട്രെയിനിങ് ചെയ്താൽ മതി. അതിന് ലിലിയ ആർത്തറിനോട്, അതൊക്കെ ഇരിക്കട്ടെ, എനിക്ക് ഏത് എലമെന്റാ യൂസ് ചെയ്യാൻ പറ്റുക? അത് കേട്ട് ആർത്തർ ലിലിയെ നോക്കി ഒരു മാതിരി നോട്ടം. പെട്ടെന്ന് രണ്ടുപേരും ചിരിക്കുകയാണ്. അടുത്ത സീനില് ഒരു പുതിയ ക്യാരക്ടർ ഒരുപാട് ഗാർഡ്സിന്റെ കൂടെ നടന്നു വരുന്നു. ആ, ഓപ്ഷൻ ഹൗസ്, ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് പറഞ്ഞ് ചിരിക്കുന്ന ഇവനെ കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അടുത്ത വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ അടുത്ത ആഴ്ചയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും കാത്തിരിക്കുക. പിന്നെ ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളതെല്ലാം കമന്റ് ചെയ്യാം. എന്നാ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ അനിമേ ലവേഴ്സ്, ഇറ്റ്സ് മീ അനിമോ.